നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 31 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. അർഹിക്കുന്ന അംഗീകാരവും സർക്കാർ ആനുകൂല്യങ്ങളും എളുപ്പത്തിൽ ലഭിക്കും. തൊഴിലിടങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മേലധികാരികളുടെ പ്രീതി നേടാനും കുടുംബത്തിൽ സന്തോഷകരമായ ചടങ്ങുകൾ നടക്കുവാനും സാധ്യതയുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന ദിവസമാണിത്. ബിസിനസ് സംരംഭങ്ങളിൽ വലിയ വിജയവും ദാമ്പത്യ ജീവിതത്തിൽ തികഞ്ഞ ഐക്യവും നിലനിൽക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഉന്നത പദവികൾ ലഭിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ ക്ഷീണം അനുഭവപ്പെടും. മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നതും യാഥാർത്ഥ്യത്തിൽ നിന്നും വലിയ പ്രതീക്ഷകൾ ഉപേക്ഷിക്കുന്നതും മാനസിക അതൃപ്തി കുറയ്ക്കാൻ ഉപകരിക്കും. വിദേശയാത്രകൾക്കും സാധ്യതയുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ദിവസമാണിത്. സാമ്പത്തിക കാര്യങ്ങളിലും പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വളരെ വലിയ ശ്രദ്ധ നൽകിയില്ല എങ്കിൽ ധനനഷ്ടത്തിനും തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സമ്മാനങ്ങളും അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളും തേടിയെത്തും. മക്കളുടെ കാര്യത്തിൽ വലിയ സന്തോഷം അനുഭവിക്കുവാനും തൊഴിലിടങ്ങളിൽ ഉയർന്ന സ്ഥാനങ്ങളും കീർത്തിയും കരസ്ഥമാക്കുവാനും സാധിക്കുന്ന അനുകൂല സമയമാണിത്. കന്യരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ശത്രുക്കളെ പരാജയപ്പെടുത്തി മികച്ച സാമ്പത്തിക ലാഭം നേടുവാനും കഴിയും. തൊഴിൽ രംഗത്തും വ്യക്തിബന്ധങ്ങളിലും വലിയ പുരോഗതിയും കുടുംബത്തിൽ തികഞ്ഞ സന്തോഷവും സമാധാനവും നിലനിൽക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ വളരെ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. അനുയോജ്യമല്ലാത്ത വ്യക്തിബന്ധങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും കുടുംബജീവിതത്തിൽ വ്യക്തമായ ആശയവിനിമയം ഉറപ്പാക്കുകയും ചെയ്യുന്നത് പ്രതിസന്ധികൾ മറികടക്കാൻ സഹായിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകുകയും ദഹന വ്യവസ്ഥയെ സംരക്ഷിക്കുകയും ചെയ്യുക. തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും നയപരമായി മാത്രം ഇടപെടുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാനും അവസരമുണ്ടാകും. മനസ്സിന് വലിയ സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടുന്ന വളരെ അനുകൂലമായ ദിവസമാണിത്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വെല്ലുവിളികളെ തന്ത്രപരമായി നേരിട്ടില്ല എങ്കിൽ അപമാനം, ഭയം, നഷ്ടങ്ങൾ എന്നിവ നേരിട്ടേക്കാം. അതിനാൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങും പ്രായോഗിക ബുദ്ധിയും അത്യാവശ്യമാണ്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. പുതിയ വാഹനം സ്വന്തമാക്കുവാനും മികച്ച ഭക്ഷണ അനുഭവങ്ങൾ ആസ്വദിക്കുവാനും കഴിയും. കലാകാരന്മാർക്കേറെ അനുകൂലമായ ദിവസവും ദാമ്പത്യ ജീവിതത്തിൽ പൂർണ്ണ ഐക്യവും നിലനിൽക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ജീവിതശൈലി രോഗങ്ങളുള്ളവർ ആരോഗ്യകാര്യങ്ങളിലും ഭക്ഷണത്തിലും കൂടുതൽ കരുതൽ നൽകുക. തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കുവാൻ ആശയവിനിമയം വളരെ ശ്രദ്ധയോടെ മാത്രം നടത്തുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.